ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് വക്കീൽ കുപ്പായ എടുത്തിട്ടതൊന്നുമല്ല. പിന്നെ അത് എനിക്ക് 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 എനിക്കൊരു ഹലോ ഹലോ മഹികുഞ്ഞെ, ഞാൻ അശോകൻ. ആ പറയട്ടാ. ഏത് ഹോസ്പിറ്റലാ? എപ്പോഴാ? ശരി, ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ശരി. എന്താ എന്താ പറ്റിയ? ആരാ ഹോസ്പിറ്റലില്? അല്ല ചിന്നു, ദാസേട്ടൻ. എന്താ എന്താ എന്റെ അച്ഛന് പറ്റിയ? ഒന്നുമില്ല, താരം നടങ്ങ്. ഞാനൊന്ന് പോയിട്ട് വരാം. ഞാനും വരുന്നു. ചിന്നു, ഞാനൊന്ന് പോയിട്ടിങ്ങ് വരാം. ദാസേട്ടന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്കും അച്ഛനെ കാണണം മഹി, പ്ലീസ്. കൊണ്ടുവന്നപ്പോഴേക്കും ഏകദേശം എല്ലാം കഴിഞ്ഞിരുന്നു. തൽക്കാലം മോർച്ചറിയിലേക്ക് മാറ്റുക. സർക്കിൾ വന്ന് സൈൻ ചെയ്ത ശേഷം പോസ്റ്റ്മോർട്ടം, എന്നിട്ട് ബോഡി നിയമപരമായിട്ട് വിട്ടുതരാൻ പറ്റും. എനിക്ക് എന്റെ അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? സാർ പ്ലീസ്. ഇതെന്റെ അച്ഛനല്ല. സാർ, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ആള് മാറിയതാണ്. ദാസേട്ടനല്ല. ഇത് മുച്ചോട്ട് അമ്പലത്തിലെ ഉത്സവത്തിന് കുത്തേറ്റ ആളാ. നിങ്ങൾ അന്വേഷിക്കുന്ന ശിവദാസൻ വാർഡിലുണ്ട്. ഒരു തോൽവി സംഭവിക്കുമ്പോ അത് വിജയത്തിന്റെ ആദ്യ ചവിട്ടുപടിയാന്ന് പറയുന്നത് വെറും ആശ്വാസം മാത്രമാ. തോൽവിക്ക് ഒരർത്ഥമേ ഉള്ളൂ, അത് തോൽവിന്ന് തന്നെ. നരി. അതെ, നരി തന്നെ. വേട്ടയ്ക്ക് കൂട്ടുപോകുന്നവൻ. വേട്ട കണ്ടും ചെയ്തും മനസ്സുറപ്പ് വന്നതാണ് എനിക്ക്. വേട്ടക്കാരൻ ഒരിക്കലും തോക്കും, അതവന്റെ മരണമാണ്. ആ ഭദ്രനും കൂട്ടുപിടിച്ച് രമേശ് നടത്തിയ ശിവദാസനെതിരെയുള്ള കൊലപാതക ശ്രമം ഒരിടത്തേട്ടമായി പോയി. അതിനെന്താ നരി? ശിവദാസൻ ചാവേണ്ടവനല്ലേ? ശിവദാസൻ ചാവേണ്ടവൻ തന്നെ. പക്ഷെ ഞാൻ രമേശോട് പറഞ്ഞ ശിവദാസന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആദ്യം മണിമാല എവിടാന്ന് കണ്ടുപിടിക്കാൻ. പക്ഷെ രമേശ് ഇതനുസരിച്ചില്ല. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, രമേശയുടെ ലക്ഷ്യം മണിമാല അല്ലെന്ന്. നരി, മണിമാല തന്നെയാണ് എന്റെ ലക്ഷ്യം. രമേശി, ചേച്ചി വന്ന ഈ വണ്ടിക്ക് 2 ചക്രത്തിനാ പവർ. പക്ഷേ നരി വന്ന വണ്ടിക്ക് കാല് കൊടുക്കുമ്പോ 4 ചക്രത്തിനും പവർ കയറും. കൊടുങ്കാട്ടിലും കണ്ണത്താ കുന്നിലും ഒക്കെ കേറിയൊരു പോക്ക. പിന്നെ നരിയെ പിടിച്ചാ കിട്ടില്ല. അച്ഛൻ കാല് വഴുതി ഒന്ന് വീണപ്പോ തല ചെറുതായിട്ടൊന്നും പൊട്ടിയതാ. അച്ഛൻ വെറുതെ പറയുക, ഇത് മറ്റെന്തോ സംഭവിച്ചതാ. എന്ത് വിധിയാച്ചാ നമ്മുടേത്? എന്ത് സന്തോഷത്തോടെ ജീവിച്ചവരാ നമ്മള്. മോള് വിഷമിക്കല്ലേ, സത്യം എന്തായാലും പുറത്തു വരും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനെന്ന് ഇതൊക്കെ ഇയാളോട് പറഞ്ഞു കൊടുക്കുന്ന ദാസേട്ടാ. എത്ര പറഞ്ഞാലും ഇയാൾക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. എല്ലാം അച്ഛന്റെ സമയദോഷാണ് മോളെ.
അനുഭവിക്കാൻ യോഗം കിടക്കുമ്പോ അനുഭവിച്ചല്ലേ പറ്റൂ. ഹാ, ഞാൻ തന്നോട് പറഞ്ഞില്ലല്ലോ, ഈ അശോകൻ എന്റെ കൂടെ ഒരുമിച്ച് LLBക്ക് ഉണ്ടായിരുന്നതാ. ഞാൻ കോളേജിലൊക്കെ എങ്ങനെയായിരുന്നെന്നും എന്റെ സ്വഭാവം എന്തായിരുന്നെന്നൊക്കെ അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി. പക്ഷെ അതൊക്കെ കേൾക്കാനുള്ള മനസാന്നിധ്യം തനിക്ക് വേണം, എന്നാലേ ചോദിക്കാവൂ. അതിനുള്ള മനസാന്നിധ്യം എനിക്കില്ലെന്ന് കൂട്ടിക്കോ. ആ, എങ്കിൽ ചോദിക്കണ്ട. നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്ക് ഇതുവരെ മാറിയിട്ടില്ലേ? മഹി, ഒന്ന് വന്നേ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ, ഞാനിപ്പോ വരാം. ഒരുപക്ഷേ പ്രത്യേക സെക്യൂരിറ്റി ക്യാമറയ്ക്ക് നേരെയിരിക്കുന്ന സെല്ലിലായിരിക്കും ശിവദാസനെ ഇനി കിടത്തുന്നത്. പിന്നെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത്ര എളുപ്പമാവില്ല. അറിയാൻ കുഞ്ഞോളെ, ശിവദാസിനെ കുറിച്ച് കേട്ടറിഞ്ഞ പ്രോസിക്യൂഷൻ വക്കീല് ശിവദാസിനോടൊരു സിമ്പതി തോന്നി തുടങ്ങിയാൽ ജാമ്യം എളുപ്പത്തിലാവും. മാത്രമല്ല, കൊട്ടാരത്തിലെ കേസ് നടത്തിക്കാൻ അനന്തരാവകാശികളാരും ഇല്ലാത്തതുകൊണ്ട് കേസ് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. ഇതിലും ശക്തനായി ശിവദാസൻ രംഗത്തിറങ്ങും. പിന്നെ മണിമാല അടക്കമുള്ള എല്ലാ സ്വത്തുവകകളും ചിലപ്പോൾ സർക്കാർ ഖജനാവിലേക്ക് ചെന്നെത്തും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ശിവദാസനെ ആശുപത്രി ഇട്ട് തന്നെ തീർക്കണം. ഭദ്രേട്ടാ, പുറത്തുനിന്ന് ആളിനെ ഇറക്കി നമ്മള് ശിവദാസിനെ തീർക്കാൻ നോക്കിയാലും ആശുപത്രിക്കകത്ത് ഒരാളില്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകും. ഒന്നാമത് പോലീസ് സംരക്ഷണയിലുള്ള മുറിയിലാണ് ശിവദാസൻ കിടക്കുന്നത്. പോലീസ് ഒന്ന് മാറിത്തരണമെങ്കിലും